ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. ഞാൻ ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ലാസ്റ്റ് വീക്കെൻഡിൽ ഹത്തയിലുള്ള സുഹൈല ലേക്കിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞൊരു അടിപൊളി പ്ലേസ് തന്നെയാട്ടത്. ഹത്ത എന്ന് പറഞ്ഞാൽ കൂടുതൽ മലനിരകളായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ലേക്കും ഈ മൗണ്ടെയിനൊക്കെ വരുമ്പോൾ നല്ലൊരു വൈബ് തന്നെ കേട്ടോ ആ സ്ഥലത്തിന്. ഞങ്ങൾ അജ്മാനിൽ നിന്ന് ഒരു വൈകുന്നേരം 3:30 മണിക്കാണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു 1.5 മണിക്കൂറിൽ അജ്മാനിൽ നിന്ന് ദൂരമുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഇരുട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ പോകുന്നവരൊക്കെ നേരത്തെ പോകാൻ ശ്രമിക്കുക. രാത്രി ആയാൽ നമുക്കിതിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. ഈ സുഹൈല ലേക്കിൻ്റെ അടുത്തായിട്ട് തന്നെ സുഹൈല ഡാം ഉണ്ട് കേട്ടോ. അതും വളരെ ഭംഗിയായിട്ടുള്ളതാണ്. ഞങ്ങളിടയ്ക്ക് ഡാമിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ക്ലോസ് ആണെന്ന് തോന്നുന്നു, അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. ഇതാണ് സുഹൈല ലേക്ക്. നമ്മൾ ഈ ലവ് ലേക്ക് പോലത്തെ ഇതാണ്, പക്ഷേ ലവ് ലേക്കിന് അത്ര വലുപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമുക്ക് നന്നായിട്ട് ഒരു ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വൈബായിട്ടുള്ള നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ്. ഇനി UAE നാഷണൽ ഡേൻ്റെ ഹോളിഡേയ്സ് വരികയാണ്. അതേപോലെ വീക്കെൻഡിലും ഹോളിഡേയ്സിലൊക്കെ നമുക്ക് ഈ ബാർബിക്യൂനും അതേപോലെ ക്യാമ്പിങ്ങിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അതായത് ലേക്കിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, കൂടുതൽ നടക്കാനൊന്നുമില്ല. പിന്നെ ഫുഡ് അവിടെ നമുക്ക് കുക്ക് ചെയ്യാനും അതേപോലെ ചായ വെച്ച് അവിടെ ഇരുന്ന് കുടിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് അത്യാവശ്യം ഓടിച്ചാടി കളിക്കാനും ഇരിക്കാനും അതേപോലെ ക്യാമ്പിങ്ങിനും എല്ലാവിധ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. പിന്നെ നല്ലൊരു വൈബ് തന്നെ കേട്ടോ അവിടെ. ചെറിയൊരു ലേക്ക്, അതേപോലെ ബാർബിക്യൂനുള്ള സെറ്റിങ്സ് എല്ലാം ഉണ്ട് അവിടെ. ഒന്നിനും ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ UAE ചൂടൊക്കെ കുറഞ്ഞ് നല്ലൊരു ക്ലൈമറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഔട്ടിങ്ങും അതേപോലെ ക്യാമ്പിങ്ങിനും ബാർബിക്യൂനൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ പ്ലേസിലൊന്ന് വിസിറ്റ് ചെയ്തോളൂ. നമുക്കൊരു ബോറിംഗ് ഉണ്ടാവില്ല. മൊത്തത്തിൽ നല്ല അടിപൊളി വൈബ് തന്നെയാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാരുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എത്തിപ്പെടാൻ കുറച്ച് ലേറ്റായി പോയി, കാരണം നമ്മൾ അജ്മാനിൽ നിന്ന് പുറപ്പെടാൻ തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിച്ചേരുമ്പോൾ മനസ്സിലായി കുറച്ചും കൂടി നേരത്തെ പോകണമായിരുന്നു എന്ന്. ഒരു അരമണിക്കൂർ മാത്രമേ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ സന്ധ്യാസമയമായിട്ടുണ്ടായിരുന്നു. രാത്രി പിന്നെ ഇതിൻ്റെ ഈ ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയെന്നേ ഉള്ളൂ. അങ്ങനെ ബാർബിക്യൂനോ അല്ലെങ്കിൽ ക്യാമ്പിങ്ങിനൊന്നും പോയതൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാമെന്ന് വെച്ചിട്ടൊന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ എത്തിച്ചേരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ചാർജ് ഇത്രയൊന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്, കുട്ടികൾക്കായാലും വലിയവർക്കായാലും. കുട്ടികൾക്കാണെങ്കിൽ ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളും അങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് മൊത്തത്തിലൊരു എൻജോയ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് തന്നെ പോവുക. പിന്നെ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ റൂൾസൊക്കെ നല്ല രീതിയിൽ തന്നെ ഒബേ ചെയ്യുക. അവിടെ പ്രെയർ റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിസ്കരിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടുന്ന് വാഷ്റൂമും പ്രെയർ റൂമെല്ലാം എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള നല്ല അടിപൊളി പ്ലേസ് തന്നെയാണെന്നൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീക്കെൻഡ് ഹോളിഡേയ്സൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ പോയി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.